ഇവിടെ ഒരേ സമയം തത്വബോധം അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴും തന്ത്രത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കാരണം അതാത് ദേശത്തിൻ്റെ ഒരു റിച്വലിസ്റ്റിക് കൾട്ടുമായിട്ടും അവിടുത്തെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും തന്ത്രം വളർന്നിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യേണ്ടത്. അപ്പം ആദ്യം തന്ത്രത്തെ എത്രയായി തരംതിരിക്കാം എന്നുള്ളതാണ്. തന്ത്രത്തിൻ്റെ ആചാരഭേദങ്ങളെ നമുക്ക് തുടക്കം എന്നുള്ള രീതിയിൽ 4 തരംതിരിക്കാം. ഓരോ ദേശത്തിനനുസരിച്ചും തന്ത്രം വളർന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കാശ്മീര ശൈവ ദർശനങ്ങളിലാണെങ്കിലും പല സമ്പ്രദായങ്ങളുണ്ട്. പല രീതിയിൽ അതിനെ മന്ത്രമാർഗമെന്നും ജ്ഞാനമാർഗം എന്നൊക്കെ പറഞ്ഞ് തിരിക്കും. അല്ലെങ്കിൽ ത്രികക്രമ കൗളം എന്ന് പറഞ്ഞ് തിരിക്കും. അല്ലെങ്കിൽ ആംനായം ബേസ്ഡായിട്ട് ചതുരാംനായം 4 ആംനായത്തെ ബേസ്ഡായിട്ട് ഡിവിഷൻ വരുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ സബ് ഡിവിഷൻസും ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് കാശ്മീര ശൈവതന്ത്രത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ബ്രഹ്മാനന്ദ ഭാരതി മുനി കൃതമായിട്ടുള്ള പുരുഷാർത്ഥ പ്രബോധം എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ തന്ത്ര അധികാരികളെ 4 തരംതിരിച്ചിരിക്കുന്നു. നമുക്ക് അവിടുന്ന് തുടങ്ങാം. അതിൻ്റെ പ്രമാണം എടുത്ത് തുടങ്ങാം. തന്ത്രഗ്രന്ഥം ന സഹതേയ സോയ ശുദ്ധ വൈദിക. തന്ത്രത്തിൻ്റെ ഗന്ധം സഹിക്കാൻ വയ്യാതെ ആചരണം നടത്തുന്നവരെ ശുദ്ധ വൈദികർ എന്നും, വേദഗന്ധം ന സഹതേയ സോ ശുദ്ധ താന്ത്രിക. അതായത് വേദഗന്ധം സഹിക്കാത്ത ആളെ ശുദ്ധ താന്ത്രികൻ എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ വേദാഗമപ്രീതനായ ആളെ വൈദിക താന്ത്രികൻ എന്നും, തന്ത്രാംശ സ്തുതി പ്രീതകനെ താന്ത്രിക വൈദികൻ എന്നും പറയുന്നു. അപ്പോൾ ശുദ്ധ വൈദികൻ, ശുദ്ധ താന്ത്രികൻ, അതുപോലെ തന്നെ താന്ത്രിക വൈദികൻ, വൈദിക താന്ത്രികൻ എന്നിങ്ങനെ 4 തരംതിരിക്കാം. ഈ പുരുഷാർത്ഥ പ്രബോധം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബ്രഹ്മാനന്ദ ഭാരതി മുനി തന്നെ തൊട്ടടുത്ത ശ്ലോകത്തിൽ ഈ പറഞ്ഞ വിഷയം സമർത്ഥിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ കപോലകൽപിതമായിട്ടുള്ള കാര്യമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നു, സൂതസംഹിത, പാരശര്യം എന്നിവ ശുദ്ധവൈദികം എന്നും, ശിവരാഘവ സംവാദ വായവീയാദികം ബുധേ, ശിവരാഘവ സംവാദം വായവീയാദികളാണ് താന്ത്രിക വൈദികം എന്ന് പറയുന്നതും, അതുപോലെ തന്നെ വേദഗന്ധത്തെ പോലും സ്വീകരിക്കാത്ത സോമ പാശുപതാദികളെ ശുദ്ധതന്ത്രം എന്നും വിളിക്കുന്നു. അതുപോലെ തന്നെ പാഞ്ചരാത്രം, ഭാഗവതം, ശൈവ സിദ്ധാന്തം ഇവയെല്ലാം വൈദിക താന്ത്രികങ്ങളും. അതുപോലെ തന്നെ പാണിനീയം, ജൈമിനീയം ശാസ്ത്രം, വൈയാസികം തഥാ ഭാഷ്യം ച ഭഗവത്പാദീയം ചോക്തം ശുദ്ധവൈദികം. അതുപോലെ പാണിനീയം, ജൈമിനീയം, വൈയാസികം എന്നിവയും ശുദ്ധവൈദികമാണെന്നും അറിയപ്പെടുന്നു. അദ്ദേഹം കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ വളരെ വൈഡായിട്ട് പറയേണ്ട ഒരു സബ്ജക്റ്റാണ് കേട്ടോ.